അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1325. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടെന്ന് പറഞ്ഞു, മാമിൻ റജുലിൻ, ഒരാളും തന്നെയില്ല, യഹ്ഫദു ഇൽമൻ, അവൻ ഇൽമ പഠിച്ച് മനഃപ്പാഠമാക്കിയ ഒരാളും തന്നെയില്ല, ഫയക്തുമുഹു, അവനത് മറച്ചു വെക്കുന്നു. ഇൽമ പഠിച്ച ഒരാൾ, അറിവുള്ള ഒരാൾ, അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാതെ, അത് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അത് അറിഞ്ഞിട്ടും അത് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കുന്ന ഒരാളും തന്നെ ഇല്ല. ഉതിയ ബിഹി യൗമൽ ഖിയാമത്തി മുൽജമൻ ബിലിജാമിൻ മിനൻ നാർ, അവനെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരുമ്പോൾ നരകത്തിനുള്ള തീയിനുള്ള കടിഞ്ഞാണുകൊണ്ട് കടിഞ്ഞാണിടപ്പെട്ട നിലക്കാണ് അവനെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരിക. ഏതൊരാളും ഇൽമ പഠിച്ച് മനഃപ്പാഠമാക്കിയ ആൾ, അറിവുള്ള ആൾ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതെ അറിഞ്ഞിട്ടും മറച്ചു വെച്ച ആൾ, അവനെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരിക തീയിനുള്ള കടിഞ്ഞാണുകൊണ്ട് കടിഞ്ഞാണിടപ്പെട്ട നിലക്കാണ് അവൾ കൊണ്ടുവരിക. വളരെ ഗൗരവമുള്ള ഒരു തെറ്റാണ് അറിയുന്ന കാര്യം മറച്ചു വെക്കുക. അതുപോലെ തെറ്റാണ് അറിയാത്ത കാര്യം അറിയുന്ന പോലെ പറയുക എന്നുള്ളതും തെറ്റാണ്. അതും പാടില്ല. ഉറപ്പില്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ഉറപ്പുമാണ്. ഉറപ്പായിട്ടും അറിയുന്നൊരു കാര്യവും അത് മറച്ചു വെക്കലും തെറ്റാണ്. അപ്പോൾ ഇൽമ പഠിക്കുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ അറിവുള്ള ഒരു കാര്യം മറച്ചു വെക്കുക എന്നുള്ളത് അത് വളരെ തെറ്റാണ്, ഗൗരവമുള്ള തെറ്റാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. നാം ഇൽമ പഠിക്കണം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം. അപ്പോഴാണ് ആ ഇൽമ നാഫിയാവുക, ഉപകാരപ്രദമായ ഇൽമാവുക. നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് അവർ അമൽ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അല്ലാഹു തആല അത്തരത്തിൽ നാഫിയായ ഉപകാരപ്രദമായ ഇൽമ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.